അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ചില്ലി ചിക്കനാണ്. ഞാൻ പുലാവാക്കിയ റെസിപ്പിക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ചില്ലി ചിക്കൻ ആക്കാൻ പോകണേന്ന്. അപ്പോൾ ആ ചില്ലി ചിക്കനാണ്. ഇതൊരു ഫുള്ളി ചൈനീസ് അല്ല, ഒരു ഇൻഡോ ചൈനീസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തരാം. വായോ. ആദ്യമേ നമ്മൾ ബോൺലെസ് ചിക്കനാണ്, അത് നമുക്ക് ആവശ്യമായ രീതിയിൽ ക്യൂബ്സ് ആക്കി എടുക്കുക. വലിപ്പം നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് ഞാൻ ദാണ്ട് ഇത്രയുള്ള പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഷേപ്പ് വ്യത്യാസമുള്ളതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതെടുക്കാം. പക്ഷേ ഇതിനകത്തൊട്ടും വെള്ളം കാണരുത്. കുറച്ച് നേരം എടുത്ത് നമ്മൾ അരിപ്പയ്ക്കകത്ത് മുറിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ആ വെള്ളം എല്ലാം അങ്ങ് പോകണം. ഇനി ഇതിനകത്ത് എന്തൊക്കെ മസാലയാണ് ചേർക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് ഞാൻ ഫസ്റ്റേ ചേർക്കുന്നത് സോയാ സോസാണ്. സോയാ സോസ് ഒരു 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഞാൻ ചേർക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് പെപ്പർ പൗഡറാണ് ചേർക്കേണ്ടത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് ചില്ലി സോസ് വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ചില്ലി പൗഡർ വേണമെങ്കിലും ചേർക്കാം. ഞാൻ ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കാരണം നമ്മുടെ വീടുകളിലുള്ള സാധനം ചില എല്ലാ വീടുകളിലും ചില്ലി പൗഡർ സോസ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ മെയിനായിട്ട് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പം ടൊമാറ്റോ സോസും ടൊമാറ്റോ കെച്ചപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ, അതും സോയാ സോസും ഉണ്ടായിരിക്കണം കേട്ടോ. ചില്ലി സോസ് ഇല്ലെങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ മറ്റ് 2 സോസ് നമുക്ക് ഉണ്ടാവണം. അപ്പം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് എരിക്കനുസരിച്ച് മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇടുക. കോൺഫ്ലോർ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളതിനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പൊക്കെ നമ്മൾ നോക്കണം. ഇത് ഒരു 30 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ് നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിട്ട് വരാം. എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചിട്ട്. ചില്ലി ചിക്കൻ്റെ ചിക്കൻ പുരട്ടി വെച്ചത് നിങ്ങൾ കണ്ടു. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് സവാളയാണ്. ഒരു സവാള നമ്മളിങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട്, ഒരു മീഡിയം സവാള ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് നമ്മൾക്കിങ്ങനെ എതളുകളായിട്ട് മാറ്റി വെക്കുക. ഒരു 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെക്കുക. ഒരു 2 പച്ചമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞ് വെക്കുക. പിന്നെ ക്യാപ്സിക്കം, നമ്മുടെ വീട്ടിൽ എത്ര കളർ ക്യാപ്സിക്കം ഉണ്ടോ അത്രയും കളർ ക്യാപ്സിക്കം കൂടെ, ഒരു ക്യാപ്സിക്കത്തിൻ്റെ വലിപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ക്യാപ്സിക്കമേ വേണ്ടൂ ഇതിന്. അപ്പോൾ അത് എല്ലാ കളറും എടുക്കുവാണെങ്കിലും ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ അളവേ വരാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ ഗ്രീൻ മാത്രമേ ഉള്ളൂ. കളറുള്ളതും കൂടെ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല എടുപ്പായിരിക്കും ചില്ലി ചിക്കൻ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി വലുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെക്കുക. എല്ലാം ഇച്ചിരി വലുതായിട്ട് അരിയണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയാലോ ചില്ലി ചിക്കൻ്റെ കഷ്ണങ്ങളൊന്നും അധികം വേവത്തില്ല, നമുക്കിങ്ങനെ അത് കടിക്കാൻ കിട്ടും കറിക്കകത്തുനിന്ന്. വേണ്ടുന്നത് ഉള്ളിത്തണ്ട്, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഗ്രീനുമാണ്. വൈറ്റ് നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഇടണം, ഗ്രീന് നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റിഫൈൻഡ് ഓയിലായിരിക്കണം നമ്മൾ ചില്ലി ചിക്കൻ ചെയ്യേണ്ടത്. വെളിച്ചെണ്ണയ്ക്കകത്തോ നെയ്ക്കകത്തോ ബട്ടറിനകത്തോ ഒന്നും ചില്ലി ചിക്കൻ ചെയ്യാൻ പാടില്ല. റിഫൈൻഡ് ഓയിലിൽ തന്നെ നമ്മൾ ചില്ലി ചിക്കൻ ചെയ്യണം. പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ വേണം. പിന്നെ ഇത് ചില്ലി സോസിന് പകരമാണ് ഞാൻ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മളത് നമ്മുടെ ചിക്കനിലേക്ക് മുളക് പൊടി ചേർത്തിട്ടാണ് നമ്മളത് പരട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എരി അനുസരിച്ച് വേണം ഇതിടാൻ. ഇത് എടുത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇത്രയും നമ്മൾ ചേർക്കരുത്. പകരം ചില്ലി സോസ് ഉള്ളവർക്ക് ചില്ലി സോസ് ചേർക്കാം. വീട്ടിൽ ചില്ലി സോസ് ഒന്നും ചില വീടുകളിൽ കാണത്തില്ല. അപ്പോൾ നമുക്ക് മുളക് പൊടി വെച്ച് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഉപ്പ് വേണം. പിന്നെ 2 സോസ് വേണം. ടൊമാറ്റോ സോസും സോയാ സോസും ഇല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ സോസും സോയാ സോസും വേണം. അതിൻ്റെ അളവെന്ന് പറയുന്നത് ടൊമാറ്റോ സോസ് നമ്മുടെ അതിൽ ചില്ലി ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഗ്രേവിയിലേക്ക് നമുക്ക് അതിൻ്റെ പുളിയും ആ ഒരു ചെറിയ മധുരമൊക്കെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടും സോയാ സോസ് അതിൻ്റെ മണവും അതിൻ്റെ നമുക്കത് ആ കറിയിലേക്ക് എടുക്കുമ്പോൾ, കാരണം ഞാനൊരു പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്ന വ്യക്തി അല്ലാത്തതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. നിങ്ങളത് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറുകൾ ആ ചില്ലി ചിക്കൻ്റെ ഇതിലേക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ കോൺഫ്ലോറാണ് ഞാനിവിടെ കലക്കി വെച്ചിട്ടുള്ളത്. ആ കോൺഫ്ലോർ കലക്കി വെക്കണം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ ചെയ്യുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് തന്നെ വെക്കണം. കാരണം പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ഇത് അധികം കുക്കാവുന്ന സംഭവം അല്ലാത്തതുകൊണ്ട് ചിക്കൻ ഫ്രൈ ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടാണ് ചില്ലി ചിക്കൻ ചെയ്തെടുക്കുക. എത്രയും ഫ്ലെയിം ഉണ്ടോ അത്രയും ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ആ ചില്ലി ചിക്കൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചില്ലി ചിക്കന് വേണ്ടുന്ന ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. റിഫൈൻഡ് ഓയിലാണ്, വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ട് കുറച്ച് കൂടുതൽ ഒഴിക്കുക. അപ്പോൾ അതിനകത്ത് ഓയിൽ നല്ല ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ പറക്കിയിട്ട് കൊടുക്കുക. ചിക്കൻ കുറച്ച് ഇങ്ങനെ ഒട്ടി ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കണം. ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ മീഡിയത്തിലേക്ക് വെച്ചിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അത് ഞാൻ കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്ഷനാണ് ഈ ചിക്കൻ ഞാൻ ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട് ഇത്രയും പരിവാകണം. ഇത് ഇച്ചിരി കളർ കുറവാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര കളറായിട്ട് തോന്നും. പക്ഷേ ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ 5-10 സെക്കൻഡോളം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ കുക്കാവണം. എന്നാൽ അങ്ങ് ഭയങ്കര ഹാർഡായി പോരുത്. കണ്ടോ ചിക്കൻ നല്ല സോഫ്റ്റാണ്. ദാണ്ട എന്നാകും വെന്തിട്ടുമുണ്ട്. ഈ പരുവത്തിൽ വേണം എടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. അപ്പോൾ ഇതും കൂടെ വറുത്ത് കോരിയിട്ട് ഞാൻ കാണിച്ചു എങ്ങനെയാണെന്നുള്ളത് മിക്സ് ചെയ്യുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഏറ്റവും ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നമ്മുടെ വേറൊരു പാത്രം വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കൻ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾ ഈ ഓയിൽ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓയിൽ തന്നെയാണ് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നത്. കുറച്ചൊഴിച്ചു കൊടുക്കുക. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിക്കണം കേട്ടോ. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടുക. ഇളക്കി കൊടുക്കുക. തീ നല്ല ഹൈയിലാണ്. ഇഞ്ചി പച്ചമുളകിലെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. സവാള, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൊടുത്ത് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. സ്പ്രിംഗ് ഓണിയനായിരിക്കും വെച്ചില്ല, അതിൻ്റെ വൈറ്റ് പാർട്ട് ഒന്ന് ഇളക്കുക. തീ നല്ല ഹൈയിലായിരിക്കണം. എന്നപ്പം സവാളയുടെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറി ഒന്ന് വാടിക്കിട്ടേ ചെയ്യാവും, വെന്ത് പോരും സവാള. ഇനി നമുക്കിതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത് ചെയ്യുന്ന ടൊമാറ്റോ സോസ്, സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. ഒന്നിളക്കി യോജിപ്പിക്കുക. എൻ്റെ മൊബൈൽ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം നമ്മൾ ടൊമാറ്റോ സോസും സോയാ സോസും അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ എൻ്റെ കെച്ചപ്പ് തീർന്ന ബോട്ടിലിനകത്ത് വെള്ളമാക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നിങ്ങൾ ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ അതിൻ്റെ എരി അറിയാം. അതനുസരിച്ച് നിങ്ങൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. ചില്ലി സോസ് ഇട്ടുവാണെങ്കിൽ ചില്ലി സോസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, എനിക്കിത് ഫുള്ള് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫുള്ള് ഇട്ടു. ഉപ്പിടരുത് ഇപ്പോഴെങ്കിലും, കാരണം ചിക്കൻ ഇട്ട് കറിയുടെ തിളച്ച് കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടേ നിങ്ങൾ ഉപ്പിടാവും. തിളക്കട്ടെ. തിളച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ചെയ്യാം. പെട്ടെന്ന് ചെയ്തെടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഗ്രേവി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് സോസുകൾ ഒഴിച്ച് കൊടുത്ത് ഗ്രേവി ഇടണം കേട്ടോ. ചിക്കൻ ഇട്ടിട്ടൊന്ന് ഇളക്കുക. നിങ്ങൾ വീഡിയോക്കകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ ക്യാമറ പിടിക്കുന്നത് ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ച്, എനിക്ക് സ്റ്റാൻഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാനാക്കുന്ന റെസിപ്പി നിങ്ങളിലേക്കൊന്ന് എത്തിച്ച് തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ കറിയുടെ ഉപ്പ് അറിയാൻ പറ്റും. ഇനി നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന കോൺ സ്റ്റാർച്ച് ഉണ്ട്. ആ കോൺ സ്റ്റാർച്ച് നമ്മളൊന്ന് അടി പിടിച്ചിട്ടുണ്ടാവും, അതൊന്ന് ഇളക്കുക. കോൺ സ്റ്റാർച്ച് അടി പിടിച്ചിട്ടായിരിക്കും അതൊന്ന് ഇളക്കുക. കോൺ സ്റ്റാർച്ച് നല്ലപോലെ ഇളക്കി. ഇനി ഇത് ഫുള്ള് ഒഴിച്ച് കൊടുക്കരുത്, നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഒഴിച്ച് കൊടുക്കുക. കോൺ സ്റ്റാർച്ച് ഒഴിച്ച് ഉടനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ അത് തിക്കാവുകയാണെങ്കിൽ പിന്നെ ഒഴിക്കാൻ നിൽക്കരുത്. കണ്ടോ, അത് തിക്കായില്ല. ചില്ലി ചിക്കൻ്റെ ഫോമിലേക്ക് വന്നില്ല, കണ്ടോ. അപ്പോൾ നമ്മളിനി ഉപ്പ് നോക്കിയിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ, എനിക്ക് ഉപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഇതാ നല്ല പെർഫെക്റ്റ് ചില്ലി ചിക്കൻ റെഡി. കണ്ട ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ ഗ്രേവിക്ക് വെള്ളം ആദ്യമേ തീ ഓഫ് ചെയ്തായിരുന്നു. 5 മിനിറ്റ് വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് 5 മിനിറ്റ്, അതിൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ട് 5 മിനിറ്റ് അതിന് ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നല്ല, എനിക്കിതിൽ ഉപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഉപ്പിടാഞ്ഞാൽ. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് ചില്ലി ചിക്കൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ കണ്ടല്ലോ ഞാനിത് ചില്ലി സോസ് അല്ല ഇട്ടേക്കുന്നത്, എങ്കിൽ തന്നെയും ചില്ലി സോസിൻ്റെ ഫ്ലേവറിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനെ നിങ്ങൾ ഇതിൻ്റെ ഈ സോസുകൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ മണവും ആ ടേസ്റ്റും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ നീര് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം ചിക്കൻ നല്ലപോലെ വെന്തിരിക്കണം ഫ്രൈ ആകുമ്പോൾ. ഇത് ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് വേവിക്കത്തില്ല, കാരണം ഈ വെജിറ്റബിൾ ഇങ്ങനെ വേവാൻ പാടില്ല. നമ്മൾ ചില്ലി ചിക്കൻ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അതെങ്ങനെ അതിൻ്റെ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഹോം മെയ്ഡായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു കെമിക്കലും ചേർക്കാതെ നല്ല ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം. പിന്നെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഫുള്ള് 1 ടേബിൾ സ്പൂൺ എടുത്തത് ഫുള്ള് ചേർക്കരുത്, കുറച്ച് ചേർത്ത് നോക്കണം. ഇളക്കി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രമേ ചേർക്കാവൂ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാകാവൂ. അങ്ങ് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ വേവിച്ചതുപോലെ അങ്ങ് ആയിപ്പോൾ. അങ്ങനെ ആവരുത്. ഇങ്ങനൊരു ഇതിലും കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ആദ്യം വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഗ്രേവി ആക്കാം. ഇനി ഇതിലും ഗ്രേവി കുറച്ച് മതിയെങ്കിൽ വെള്ളം കുറച്ച് നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ചില്ലി ചിക്കൻ റെസിപ്പി. നിങ്ങളൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീടുകളിൽ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എനിക്ക് ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, കാരണം എൻ്റെ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പരിമിതികളുണ്ട്. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പം ടാറ്റ, ബൈ ബൈ.